ഭദ്രം കർണേഭിः ശൃണുയാമദേവാः ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസस्तनोभिर्व्यसेमदेवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु ओम शांति शांति शांति। यत्तददृश्यमग्राह्यमगोत्रमवर्णमचक्षुश्रोत्रं तदपाणिपादं नित्यं विभुं सर्वगतं सुसूक्ष्मं तदव्ययं यद्भूतयोनिं परिपश्यन्ति धीराः। यत्तददृश्यं अदृश्यं अदृश्यं ഉപനിഷത്ത് നേരത്തെ സൂചിപ്പിച്ചു, അവാച്യമായതിനെ പല സങ്കേതങ്ങൾ ഉപയോഗിച്ച് പറയുകയാണ്. അപ്പോൾ തന്നെ ബാഹ്യമായി അഥവാ പ്രത്യക്ഷത്തിൽ വിരുദ്ധമെന്ന് തോന്നുന്ന പദാവലികൾ വരെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ജിജ്ഞാസുവിനുള്ളിൽ ഒരു വൃത്തി, ഒരു പ്രത്യയം ഉണ്ടാക്കാം എന്ന ഒറ്റ അനുഗ്രഹ ബുദ്ധിയോടുകൂടിയാണ് ഉപനിഷത്തുക്കൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള പദങ്ങൾക്കൊന്നും തന്നെ വാച്യാർത്ഥമല്ല എടുക്കേണ്ടത്. അത് സൂക്ഷ്മമായി വിചാരം ചെയ്ത് ലക്ഷ്യമായതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കണം. ആദ്യം പറയുന്നു അദൃശ്യം, കാണാൻ കഴിയാത്തത്. എന്തിന് രൂപമുണ്ടോ അതിനെ കാണാൻ കഴിയും. ഇവിടെ ഉപലക്ഷണാർത്ഥത്തിലെടുത്ത് കേൾക്കാൻ കഴിയാത്തത്, രുചിക്കാൻ കഴിയാത്തത്, മണക്കാൻ കഴിയാത്തത്, സ്പർശിക്കാൻ കഴിയാത്തത് എന്ന് വെച്ചാൽ ഇന്ദ്രിയ അഗമ്യമായത്, ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അഗമ്യമായത് എന്നുള്ള അർത്ഥം എടുക്കണം. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ യക്ഷുഷാ ന പശ്യതി യത് ശ്രോത്രേണ ന ശൃണോതി യത് വാചാ അനഭ്യുതിതം യത് മനസാ ന മനുതേ യത് പ്രാണേന ന പ്രാണിതി. ഇങ്ങനെ അനേക സന്ദർഭങ്ങളിൽ സത്യം ഇന്ദ്രിയാവിഷയമാണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ശ്രുതി ബോധിപ്പിക്കും. അവിഷയമായത്. അവിഷയമായതെന്ന് പറയുമ്പോൾ നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കുക, എന്തൊക്കെയാണ് വിഷയപ്രപഞ്ചം, അതിന് മൂലമായത് എങ്ങനെ, അതൊരിക്കലും വിഷയമാകില്ല എന്നുള്ള രീതിയിൽ വിചാരം ചെയ്യാം. അഗ്രാഹ്യം, ഗ്രഹിക്കാൻ പറ്റാത്തത്. ഗ്രഹിക്കുക എന്നുള്ളത് കൈകൊണ്ട് ഗ്രഹിച്ചു, അല്ലെങ്കിൽ കാലുകൊണ്ട് ഗ്രഹിച്ചു, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഗ്രഹിച്ചു, വേണമെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിച്ചു എന്നും പറയാം. കണ്ണുകൊണ്ട് ഗ്രഹിച്ചു, മൂക്കുകൊണ്ട് ഗ്രഹിച്ചു എന്നൊക്കെ പറയാം. അപ്പം ഇന്ദ്രിയത്തിന് വിഷയവുമല്ല, ഇന്ദ്രിയത്താൽ ഗ്രഹിക്കപ്പെടുന്നതും അല്ല. അഗ്രാഹ്യം അഥവാ സാമാന്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് ഗ്രാഹ്യം എന്നതിന് അർത്ഥം എടുത്താൽ മനസ്സിലാക്കാൻ കഴിയാത്തത് എന്നെടുക്കാം.
എന്തെങ്കിലും ഒന്നിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അതിന് എന്തെങ്കിലും നാമമോ രൂപമോ ഗുണമോ ക്രിയയോ സംബന്ധമോ ജാതിയോ വേണം. ജാതി, നാമം, രൂപം, ഗുണം, ക്രിയ, സംബന്ധം. ജാതി എന്ന് പറയുമ്പോൾ മനുഷ്യജാതി, പട്ടിജാതി, പൂച്ചജാതി, അങ്ങനെ പല ജാതി ഉണ്ട്. ഒരു ജാതിയല്ല, പല ജാതി. അപ്പം നമുക്കൊന്ന് ചിന്തിക്കാം, മനസ്സിലാക്കാൻ ശ്രമിക്കാം, ഇങ്ങനെയായിരിക്കും എന്നുള്ളത്. തെറ്റാം, ജാതി വെച്ച് ചിന്തിച്ചാലും തെറ്റാം, തെറ്റിക്കൂടാന്നില്ല. എന്നാലും സാമാന്യ ബോധം നമുക്കുണ്ടാവും. മനുഷ്യജാതി എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ആകാരം നമ്മളിൽ വരും. പിന്നെയാണ് വിശേഷമായിട്ട് അതിൽപ്പെട്ട ജാതി പിന്നെ ചിന്തിക്കുക. പട്ടി എന്ന് പറയുമ്പോൾ സാമാന്യ ഒരു പട്ടീൻ്റെ ബോധം ഉണ്ടാവും. പിന്നെയാണത് പട്ടി, ഏത് ജാതി പട്ടിയാന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള രൂപങ്ങൾ മാറി വരും. അതുപോലെ ജാതി, നാമം, ഒരു പേര്, എന്തെങ്കിലും പേര്, കൃഷ്ണൻ, രാമൻ, ഗോവിന്ദൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, വിഷയീകരിക്കാം, ഗ്രഹിക്കാം. രൂപം, എന്തെങ്കിലും രൂപം, തടിച്ചിട്ട്, മെലിഞ്ഞിട്ട്, കറുത്തിട്ട്, തടിച്ചിട്ട്, വെളുത്തിട്ട്, എന്തെങ്കിലും, നീണ്ടിട്ട്, കുറുതായിട്ട് നമുക്ക് പറയാം. ഗുണം, വെളുപ്പ്, കറുപ്പ്, അല്ലെങ്കിൽ എരിവ്, അങ്ങനെയൊക്കെ പറയാം, പലത് പറയാം. ക്രിയ, ആ ഇരിക്കണത്, ആ ഓടുന്നത്, ആ കിടക്കണത്, ആ ചാടുന്നത്, അങ്ങനെ പറയാം, ആ പറക്കണത്. സംബന്ധം, സംബന്ധം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ മരത്തിൻ്റെ മുകളിലുള്ള ആൾ, അല്ലെങ്കിൽ ആ വണ്ടി ചാരി നിൽക്കുന്ന ആൾ, ആ കസേരയിൽ ഇരിക്കുന്ന ആൾ, ഇങ്ങനെയൊക്കെ പറയാം, മറ്റൊന്നുമായി സംബന്ധപ്പെടുത്തിയിട്ട്. അങ്ങനെ ജാതി, നാമ, രൂപ, ഗുണ, ക്രിയാ സംബന്ധങ്ങൾ ഉള്ളതിനെ നമുക്ക് വ്യവഹരിക്കാൻ പറ്റും, ഗ്രഹിക്കാൻ പറ്റും. അവയൊന്നും ഇല്ലാത്ത കേവല സത്യത്തെ ഗ്രഹിക്കാൻ കഴിയില്ല. അഗ്രാഹ്യം, അദ്രേശ്യം, അഗ്രാഹ്യം. അഗോത്രം, ഗോത്രരഹിതമായത്. സാമാന്യമായി മനുഷ്യർക്കിടയ്ക്ക് നമ്മൾ ഗോത്രങ്ങളെ പറയും. മലയാളികൾക്കിടയ്ക്ക് ഇപ്പോൾ ഗോത്രബോധം ഇല്ല. ഗോത്രം എന്താന്ന് തന്നെ പൊതുവെ മലയാളികൾക്ക് അറിയാത്തൊരവസ്ഥയാണ്. പുറത്ത്, കേരളത്തിന് പുറത്താണെങ്കിൽ ഗോത്രങ്ങളെക്കുറിച്ചുള്ള എപ്പോഴും പറയുന്നുണ്ട്. അറബികൾക്കിടയ്ക്കൊക്കെ 3 തലമുറ പറയാറുണ്ട്. ഇപ്പോഴും ഗോത്രം പറയുന്നില്ല, എങ്കിലും അവർക്ക് ഗോത്രബോധം നല്ലോണം ഉണ്ട് അറബികൾക്കിടയ്ക്ക്. ഏത് ഗോത്രത്തിൽപ്പെട്ടവരാണ് അവരിപ്പോഴും പറയും, ഇന്ന ഗോത്രത്തിൽപ്പെട്ടവരാണ്. ഇപ്പം ഗോത്രം ഒരു ഉപലക്ഷണാർത്ഥത്തിലെടുത്ത് ഗോത്രം, കുലം ഒക്കെ പറയാം. അങ്ങനത്തെ യാതൊന്നും ഇല്ലാത്തത്. അവർണം, വർണ്ണരഹിതമായത്, വർണ്ണരഹിതമായത്. മലയാളത്തിൽ വളരെ വികലമായിട്ടാണ് ഈ ശബ്ദം ഉപയോഗിക്കുന്നത്. സവർണൻ, അവർണൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവർണൻ എന്ന് പറഞ്ഞാൽ മോശമായിട്ടാണ് പറയുക. ബ്രഹ്മത്തിൻ്റെ പര്യായമാണ് അവർണൻ എന്ന് പറഞ്ഞത്. പിന്നെ അതിൽ പരം വലുത് വേറെ വല്ലതും ഉണ്ടോ? ആലോചിച്ച് നോക്കൂ. പരമാത്മാവിൻ്റെ, പരമേശ്വരൻ്റെ, ബ്രഹ്മത്തിൻ്റെ പര്യായമാണ് അവർണനാവുക എന്ന് പറഞ്ഞത്. പക്ഷേ മലയാളികൾ പൊതുവെ അവർണം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോശമായിട്ടാണ് എടുക്കുക. സവർണം കുറച്ച് കേമായിട്ടാണ് എടുക്കുക. അവർണം, വർണ്ണരഹിതമായത്, നീല, ചുവപ്പ്, പച്ച, മഞ്ഞ, ഈ വകയൊന്നും ഇല്ലാത്തത്. ആ ചക്ഷുശ്രോത്രം, ചക്ഷുസ്, ശ്രോത്രം എന്നിവ ഇല്ലാത്തത്. കണ്ണ്, ചെവി എന്നിവ ഇല്ലാത്തത്. അപ്പോൾ കണ്ണ്, ചെവി എന്നുള്ളതിലൂടെ ജ്ഞാനേന്ദ്രിയ രഹിതമായത് എന്നർത്ഥം.
അത് അപാണിപാദം, കയ്യ് കാല് എന്നിവ ഇല്ലാത്തത്, കയ്യ് കാല് എന്നിവയുടെ കർമ്മേന്ദ്രിയങ്ങളുടെ മുഴുവൻ ഉപലക്ഷണാർത്ഥത്വം എടുക്കുക. അപ്പം ജ്ഞാനേന്ദ്രിയരഹിതം, കർമ്മേന്ദ്രിയരഹിതം, ജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തത്, ഇങ്ങനെ സാമാന്യമായി ഇന്ദ്രിയ മനസ്സുകളെ കൊണ്ട് നമുക്ക് എന്തെന്തിനെ ഗ്രഹിക്കാൻ കഴിയുമോ അതിനെ മുഴുവൻ നിഷേധിച്ചു. നോക്കൂ, പരമമായ സത്യത്തെ ഇന്നതാണെന്ന് പറയാൻ ശ്രുതിക്ക് കഴിയില്ല. ഇന്നതല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാനേ കഴിയൂ. അങ്ങനെ നിഷേധിക്കാവുന്നതിനെ മുഴുവൻ നിഷേധിക്കുമ്പോൾ അനിഷേധ്യമായത് ശേഷിക്കും. അതുകൊണ്ടാണ് ഉപനിഷത്ത് തന്നെ നേതി നേതി ഇത്യേതസ്മാത് ന പരഹ അസ്തി, ഇതല്ല ഇപ്രകാരമല്ല എന്നുള്ളതിനേക്കാൾ വലിയൊരു പ്രമാണമില്ല എന്ന് പറയും. ഇതാണെന്ന് ബ്രഹ്മത്തെ പറയാൻ പറ്റില്ല. അപ്പോൾ ചിലർ ചോദിച്ചേക്കാം, സത്യം ജ്ഞാനം അനന്തം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതെല്ലാം ലക്ഷ്യാർത്ഥമാണ്, വാച്യാർത്ഥമല്ല. അതുകൊണ്ട് ഇതല്ല എന്ന് നിഷേധിച്ച് പറയുകയാണ്. അദ്രേശ്യം, അഗ്രാഹ്യം, അഗോത്രം, അവർണം, അചക്ഷുശ്രോത്രം, അപാണിപാദം എല്ലാം നിഷേധിക്കുകയാണ്, എന്നതാണെന്ന് പറയുകയല്ല. അപ്പം അതിലൂടെ സാമാന്യമായി നമ്മൾ ഗ്രഹിക്കുന്ന വിഷയത്വം ബ്രഹ്മത്തിലില്ല എന്ന് സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ഈ മന്ത്രത്തിൻ്റെ ആദ്യ പാദത്തിലെല്ലാം നിഷേധിച്ചു, നിഷേധശ്രുതികളാണ്. അപവദിക്കുകയാണ്, അതല്ല. അപ്പം എന്താ അതല്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയണ്ടേ? പറയാൻ ശ്രമിക്കാം, പറയാൻ പറ്റില്ല എന്നാലും ശ്രമിക്കാം. എന്താണ് നിത്യം? ഇവിടെ തത് യത് എന്നുള്ളത് പ്രഥമയിലെടുക്കണം എന്ന് നേരത്തെ പറഞ്ഞു. ഒക്കെ നിർദ്ദേശിക്കാൻ പ്രഥമയാണ്. എല്ലാം നപുംസക ലിംഗമാണ്. എല്ലാം യത്, തത്, അദ്രേശ്യം, അഗ്രാഹ്യം, അഗോത്രം, അവർണം, അചക്ഷുശ്രോത്രം, അപാണിപാദം എല്ലാം നപുംസകമാണ്. ന സ്ത്രീ ന പുമാൻ, സ്ത്രീയുമല്ല പുരുഷനുമല്ല, നപുംസകലിംഗത്ത് പറഞ്ഞു. അങ്ങനെ സാമാന്യ വിഷയത്വം മുഴുവൻ നിഷേധിച്ച ശേഷം ഇനി പറയുന്നതൊക്കെ വേണമെങ്കിൽ ചിലത് നമുക്ക് പ്രഥമയിലെടുക്കാം, ചിലത് ദ്വിതീയയിലെടുക്കാം, അല്ലെങ്കിൽ എല്ലാം ദ്വിതീയയിലെടുക്കാം. ഉദാഹരണം പറഞ്ഞാൽ നിത്യം എന്നുള്ളത് അകാരാന്തം നപുംസകമായിട്ട് എടുക്കാം. അങ്ങനെയാകുമ്പോൾ അത് പ്രഥമയാവാം, ദ്വിതീയയാവാം. നിത്യഹ എന്നുള്ളത് അകാരാന്തം പുല്ലിംഗമായിട്ട് എടുത്താൽ ദ്വിതീയ മാത്രമേ വരുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞാൽ രണ്ടും എടുക്കാം. വിഭും ദ്വിതീയ മാത്രമേ പറ്റൂ, പ്രഥമ വയ്യ. കാരണം വിഭു ശബ്ദം ഉകാരാന്ത പുല്ലിംഗമാണ്. അതുപോലെ തന്നെ ഭൂതയോനി ഇകാരാന്തമാണ്, അതും ദ്വിതീയയിൽ മാത്രമേ എടുക്കാൻ പറ്റൂ. മറ്റതൊക്കെയും പ്രഥമയിലെടുക്കാം, ദ്വിതീയയിലെടുക്കാം. പ്രഥമയിലെടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതിനോട് ചേർക്കണം. ഏതിനോട്? അദ്രേശ്യം, അഗ്രാഹ്യം, അഗോത്രം എന്ന് പറഞ്ഞതിനോട് ചേർക്കണം. എങ്ങനെയൊക്കെ? നിത്യം, സർവഗതം, സുസൂക്ഷ്മം, അവ്യയം എന്ന്. അല്ലെങ്കിൽ അതിനെ ദ്വിതീയമായിട്ട് എടുക്കാം. എങ്ങനെയാ? നിത്യമായതിനെ, നാശരഹിതമായതിനെ. അപ്പം ആദ്യം നിർദ്ദേശിച്ചിട്ട് അതിനെ എന്ന് പറയുന്നു.
ഒരിക്കലും നശിക്കാത്തതിനെ. അപ്പോൾ ഒരിക്കലും നശിക്കാത്തതിനെ എന്ന് പറയുമ്പോൾ സാമാന്യമായി ലോകത്തിൽ നമുക്കറിയുന്ന എല്ലാം നശിക്കുന്നതാണ്. ഇപ്പോൾ സാമാന്യ ലോകത്തിന് ഉപരി എത്തിച്ചു. ഇതിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്ന ഉണ്മ എന്തെന്ന വിചാരത്തിലേക്ക് ഉറച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞതായിട്ട് ഘടിപ്പിക്കും. അദ്രേശ്യം, അഗ്രാഹ്യം, അഗോത്രം, അവർണം, അചക്ഷുശ്രോത്രം. അങ്ങനെയുള്ള നിത്യമായതിനെ ആരെ? വിഭുവെ. വിഭു. വിഭു ശബ്ദത്തിന് സാമാന്യമായി പ്രഭു എന്ന് പറയാം. വിഭു വിശേഷേണ ഭവിച്ചവനാണ്. വിഭു വിവിധം ഭവിപ്പിക്കുന്നവനാണ്. വിവിധം ഭാവയതി ഇതി വിഭു. വിശേഷേണ ഭവതീതി വിഭു. വിശിഷ്ടാൻ ഭാവയതി എന്നും പറയാം. കാരണം വി ഉപസർഗത്തിന് അനേക അർത്ഥങ്ങൾ പറയാം. അപ്പോൾ എല്ലാത്തിനെയും ഉണ്ടാക്കി തീർക്കുന്നവൻ, എല്ലാമായി തീർന്നവൻ, അഥവാ വിശിഷ്ടതയാ നിലകൊള്ളുന്നവൻ. വിശിഷ്ടതയാന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും അധിഷ്ഠാനമായി എന്നാൽ ഭേദരഹിതമായി തൻ്റെ ഈശ്വരഭാവത്തിൽ നിലകൊള്ളുന്നവൻ. അവനെ വിഭും. അങ്ങനെയുള്ളവനെ പരിപശ്യന്തി കാണുന്നു. ആരെ? സർവഗതം, സർവവ്യാപിയായതിനെ, സർവത്ര വ്യാപിച്ചിരിക്കുന്നതിനെ. വാസ്തവത്തിൽ സർവത്ര വ്യാപിച്ചിരിക്കുന്നത് എന്ന പദപ്രയോഗം തന്നെ തെറ്റാണ്. കാരണം സർവത്ര വ്യാപിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ വ്യാപിച്ചിരിക്കുന്ന ഒന്നിന് ആധാരമായി മറ്റൊന്നുണ്ട്. ഈ പറയുന്ന എന്തോ അതിനെ ഉൾക്കൊള്ളുന്ന ഒന്നുണ്ട്, അതില്ല. അതുകൊണ്ടാണ് സർവത്ര വ്യാപിച്ചിരിക്കുന്ന എന്ന പ്രയോഗം തന്നെ തെറ്റാണെന്ന് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ലാണ്ട് ഇപ്പം എങ്ങനെയാ പറയുക? അപ്പം ദേശകാല പരിമിതി ഇല്ലാത്തത്. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇല്ല, അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ല, ഇപ്പോഴുണ്ടെന്ന് പറയുമ്പോൾ അപ്പോഴില്ല. എന്നാൽ സർവത്ര എന്ന് പറഞ്ഞാൽ സർവദേശത്തിലും കാലത്തിലും ഉള്ളത്. ദേശകാലാദി പരിമിതി ഇല്ലാത്തത്, പൂർണ്ണം. അല്ലാതെ എന്തോ ഒരു പാത്രത്തിലിട്ട പഴം പോലെ ഒരു സർവമുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഈശ്വരൻ എന്ന് വിചാരിക്കരുത്. സർവത്രം ഗം, സർവഗതം. അതെങ്ങനെ ഇരിക്കും? മാത്രമല്ല സർവഗതം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വ്യാപിച്ചിരിക്കണതെന്നൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. ഒട്ടനെ നിഷേധിക്കുകയാണ് സുസൂക്ഷ്മം. കാരണം സർവവ്യാപി എന്ന് പറഞ്ഞാൽ വലുതെന്നൊരു തോന്നൽ നമുക്ക് വരാം പാടില്ല, എന്നാലും വരാം. ഒന്നുകൂടാന്ന് പറയാൻ വയ്യല്ലോ. ഉടനെ നിഷേധിക്കുന്നു സുസൂക്ഷ്മം. സൂക്ഷ്മമല്ല, സുസൂക്ഷ്മം. സൂക്ഷ്മത്തിൽ വെച്ച് സൂക്ഷ്മം, സുഷ്ഠു സൂക്ഷ്മം, ഏറ്റവും സൂക്ഷ്മമായത്. അണോരണീയാൻ മഹതോ മഹീയാൻ. അപ്പോൾ സർവഗതം സുസൂക്ഷ്മം രണ്ട് ശബ്ദം ഒന്നിച്ച് വിചാരം ചെയ്യാം. അതെന്താ? അവ്യയം. അപ്പം നേരത്തെ നിത്യം എന്ന് പറഞ്ഞല്ലോ, നിത്യം അവ്യയാണല്ലോ. പിന്നെ നിത്യം പറഞ്ഞ ശേഷം അവ്യയം പറയണതിനാ? നിത്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത്, അവ്യയം എന്ന് പറഞ്ഞാൽ
ന വ്യേതി ഇതി അവ്യയം, ക്ഷയിക്കാത്തത്. ഒരിക്കലും നശിക്കാത്തതും ക്ഷയിക്കാത്തതും രണ്ടാണ്. അപ്പം നമുക്ക് ഒരാളെ 10 കൊല്ലം മുമ്പ് കണ്ടു, ഇപ്പോൾ കാണുമ്പോഴും അതേ രൂപമാണെങ്കിൽ നീ 10 കൊല്ലം മുമ്പുള്ള ആളെ പോലെ തന്നെ ഉണ്ടല്ലോ എപ്പോഴും എന്ന് പറയാം, ഇല്ലേ? പക്ഷെ അതുകൊണ്ട് അയാൾ മരിക്കില്ല എന്നുണ്ടോ? അയാൾ മരിക്കും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അയാൾ നിത്യനല്ല, പക്ഷെ ഇപ്പോൾ ആപേക്ഷികമായി അവ്യയനാണ്. ആപേക്ഷികമായി കുറച്ച് കഴിഞ്ഞാൽ അയാൾ പോവും, അയാൾ ക്ഷയിക്കും, അതിന് സംശയമൊന്നും. ഇപ്പം പറയാം നമുക്ക് നിനക്കൊരു മാറ്റവും വന്നിട്ടില്ലല്ലോ എന്ന് പറയാം. ഈ അർത്ഥഭേദമാണ്. അതുകൊണ്ട് ആവർത്തനമല്ല. ഇനി ആവർത്തനാണെങ്കിലും വേദാന്ത ശാസ്ത്രത്തിൽ ദോഷമല്ല. കാവ്യനാടകാദികളിലൊക്കെ ആവർത്തനം ദോഷമാണ്, വേദാന്തത്തിൽ ആവർത്തനം ദോഷമല്ല. പറഞ്ഞിട്ടാണ് ശാസ്ത്രം ഉറപ്പിക്കുന്നത്. ഭൂതയോനിം, ഭൂതയോനിഹി, സകല ഭൂതങ്ങളുടെയും ഉദ്ഭവസ്ഥാനം. സകല ചരാചര പ്രപഞ്ചവും ഏതൊരധിഷ്ഠാന സത്യത്തിൽ നിന്ന് ആവിർഭവിക്കുന്നുവോ അതാണ് ഭൂതയോനി. ജന്മാദ്യസ്യ യതഃ, യാതൊരു അധിഷ്ഠാന സത്യത്തിൽ നിന്നാണോ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉദ്ഭവ സ്ഥിതി നാശങ്ങൾ, അതാണ് ഭൂതയോനി. ഇതിലോരോ പദത്തെയും നമ്മൾ വിസ്തരിച്ച് ഉപനിഷത്തിൽ, മുണ്ടകോപനിഷത്തിൽ വരുന്നുണ്ട് ഭാവിയിൽ, മുന്നോട്ടുള്ള ഭാഗത്ത്. ഭൂതയോനി എന്നുള്ളതിനെ ഒരു മന്ത്രം കൊണ്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട്. യഥോർണനാഭിസൃജതേ ഗൃഹണതേ ചാന്ന്. ഏതായാലും ഇങ്ങനെയുള്ളതിനെ പരാമർശിച്ചു യത് ശബ്ദം കൊണ്ട്. എന്നിട്ട് അതിനെ നിർദ്ദേശിച്ചു അതിനെ പരിപശ്യന്തി ധീരാഹ, സർവതഃ സർവത്ര പശ്യന്തി, പരിപശ്യന്തി, എല്ലാ പ്രകാരത്തിലും എല്ലായിടത്തും സർവഥ എപ്പോഴും കാണുന്നു. ആര്? ധീരന്മാര്. ധീരൻ ഇന്ദ്രിയ മനോബുദ്ധികളെ നിയന്ത്രിച്ചവൻ, അവിവേകിയല്ല, സാഹസികനല്ല. ഇത് ആവർത്തിച്ച് പറയണം. കാരണം വർത്തമാനകാല ലോകത്തിൽ നമ്മൾ അവിവേകികളെയും സാഹസികന്മാരെയും ഒക്കെ ധീരന്മാരായിട്ട് പറയുന്ന കാലമാണ്. അതിൽ നിന്ന് ഭിന്നമാണ് ധീരത എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം, നിർബന്ധമാണ്. ബുദ്ധിയെ, മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് ധീരത. അങ്ങനെയുള്ള ഇന്ദ്രിയ മനോബുദ്ധികളെ നിയന്ത്രിച്ചവരായ ധീരന്മാർ, അങ്ങനെ ധീരന്മാർ കുറേ പേരുണ്ടാവുമോ? വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അനേക ലക്ഷം പേരിൽ ഒരാളെ ശരിയായ ധീരൻ ഉണ്ടാവുള്ളൂ. പരിപശ്യന്തി കാണും. ഇതിനെ യയാതദക്ഷരമധിഗമ്യതേ സാ പരാവിദ്യ എന്ന് നേരത്തെ പറഞ്ഞതുമായി ബന്ധിപ്പിക്കണം. ആ തദക്ഷരം എന്ന് പറഞ്ഞതിനെ ഇവിടെ വർണ്ണിച്ചു. ആ അക്ഷരത്തെ ദർശിക്കുന്നു ആര്? ധീരന്മാർ. ഇങ്ങനെ 5ഉം 6ഉം മന്ത്രങ്ങളെ നമ്മൾ ചേർത്ത് ചിന്തിക്കണം. വ്യക്തമാണല്ലോ? എങ്ങനെയാണ് ഭൂതയോനി എന്ന് അനുസന്ധാനം ചെയ്യേണ്ടത്? കാരണം ഭൂതയോനി എന്ന് പറയുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ വരാവുന്ന ഒരു പദമാണ്. എൻ്റെ യോനി അമ്മയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അമ്മയിൽ നിന്ന് ഭിന്നനാണല്ലോ പുത്രൻ അഥവാ പുത്രി, ആണല്ലോ അല്ലേ? നമ്മൾ അമ്മയിൽ നിന്ന് വന്നു,
നമ്മളെയൊക്കെ പ്രസവിച്ചത് അമ്മയാണ്. തൽക്കാലം അങ്ങനെ മനസ്സിലാക്കുക. തർക്ക വിഷയമാണെങ്കിലും പ്രസവിച്ചത് അമ്മയാണോ അച്ഛനാണോ എന്ന് ചോദിച്ചാൽ എന്താ അഭിപ്രായം? പ്രസവിച്ചത് അച്ഛനാണോ അമ്മയാണോ എന്നുള്ള തർക്കത്തിൽ എന്തായിരിക്കും നിങ്ങളെയൊക്കെ മറുപടി എന്നറിയില്ല. അതേത് ധാതുവാണ് എടുക്കണമെന്നുള്ളതിനനുസരിച്ചിരിക്കും. ഷു പ്രാണിപ്രസവേ എന്നുള്ള ധാതു ആണെങ്കിൽ അമ്മയാണ്. എന്നാൽ ശവനം പ്രവാഹം എന്നുള്ള അർത്ഥമാണ് എടുക്കുന്നതെങ്കിൽ അച്ഛനാണ്. ഏത് അർത്ഥം എടുക്കണമെന്നുള്ളതിനനുസരിച്ചിരിക്കും. അതുകൊണ്ട് തർക്കത്തിൽ തർക്കോപ്രതിഷ്ഠ എന്ന് വെറുതെ പറയല്ല. തർക്കോപ്രതിഷ്ഠ എന്നൊരു ന്യായമുണ്ട് ഇല്ലേ? തർക്കോപ്രതിഷ്ഠ ശ്രുതയോ വിഭിന്നാഹ നൈകോ ഋഷിർയസ്യ വചപ്രമാണം. വലിയ പ്രശ്നമാണ് ധർമ്മനിർണയത്തിൽ. കാരണം തർക്കം കൊണ്ട് ഒരിക്കലും പദാർത്ഥ നിർണയം സാധിക്കില്ല. അതിനുള്ള ഉദാഹരണമാണ്. ഒരാൾ പറഞ്ഞു തർക്കത്തിൽ അങ്ങ് മൂത്തവരങ്ങ് എത്തി. അപ്പോൾ ഒരാൾ പറഞ്ഞു നിന്നെ പ്രസവിച്ചത് നിൻ്റെ അമ്മയാണെന്ന്. അതിനെ എതിർക്കാൻ പറ്റില്ലല്ലോ എന്നാണ് മറ്റേ വിചാരിച്ചത്. അതിനെ എതിർത്തു. അല്ല, പ്രസവകർത്ത പിതാ, അച്ഛനാണ് പ്രസവിക്കുന്നത്, അമ്മയല്ല. അമ്മ പിണ്ടത്തെയാണ് പുറത്തേക്ക് ഇടുന്നത്. പിണ്ടാകാരതയെ പ്രാപിച്ച ആളെയാണ് അമ്മ പുറത്തേക്ക് വിടുന്നത്. ഒഴുകിപ്പോയത് അച്ഛനിൽ നിന്നാണ് ബീജമായിട്ട്. അവിടെയും പൊട്ടി. തർക്കോപ്രതിഷ്ഠ. തർക്കത്തിന് പ്രതിഷ്ഠയില്ല. തർക്കിച്ചൊന്നും നേടാൻ പറ്റുന്ന ആരും വിചാരിക്കേണ്ട. മിണ്ടാണ്ടിരുന്നാൽ മതി, സമാധാനമായിട്ട് ശാന്തമായിട്ട്. അതെ. എന്നാൽ പിന്നെ ശ്രുതിയെ ആശ്രയിച്ചുകൂടെ എന്ന് ചോദിച്ചാലോ? ശ്രുതയോ വിഭിന്നാഹ, ശ്രുതികൾ വിഭിന്നങ്ങളാണ്. വിപരീത അർത്ഥത്തിൽ ശ്രുതികളുണ്ട്. അപ്പോൾ ഏതിനെയാണ് പ്രമാണാക്കുക? വലിയ പ്രശ്നമാണ്. മാഹിംസ്യ സർവാഭൂതാനി, ഒരു ജന്തുവേയും കൊല്ലരുത്, ശ്രുതിയാണ്. അധ്വരെ പശും ഹിംസ്യാത്, യാഗത്തിൽ പശുവെ കൊല്ലണം, രണ്ട് ശ്രുതിയാണ്. അപ്പം എന്തു ചെയ്യും? ഏതാ മാനിക്കുക? സാറില്ല. വേദം അറിഞ്ഞവരുടെ വാക്ക് സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാലോ അവിടെ അതിനേക്കാൾ കുഴപ്പമാണ്. വേദം പഠിച്ചവർ മുഴുവൻ വിപരീതമായിട്ടാണ് പറയണത്. ഉദിതേ ജുഹോതി, സൂര്യൻ ഉദിച്ച ശേഷമേ ഹോമിക്കാൻ പാടുള്ളൂ. അനുദിതേ ജുഹോതി, സൂര്യോദയത്തിന് മുമ്പ് ഹോമിക്കണം. ഏതാ ശരി? അതും ശരി, അതും ശരി. അപ്പോൾ തർക്കോപ്രതിഷ്ഠ ശ്രുതിയോ വിഭിന്നാഹ നൈകോ ഋഷിർ യസ്യ വച പ്രമാണം. ഒരു ഋഷിയുടെ അഭിപ്രായം അങ്ങനെ പ്രമാണമായിട്ട് അവസാന വാക്കായിട്ടൊന്നുമില്ല. ഒരു ഋഷി ഒന്ന് പറഞ്ഞു വെച്ചാൽ അതിനെ ഖണ്ഡിച്ച് മറ്റൊരു ഋഷി പറഞ്ഞാൽ ഇയാൾ പറഞ്ഞതേ ശരിയുള്ളൂ, അയാൾ പറഞ്ഞത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ധർമ്മനിർണയം വളരെ പ്രയാസമാണ്. പിന്നെ എങ്ങനെയാണ് ധർമ്മം നിർണയിക്കുക? മഹാജനോ ഏന ഗതസ ബന്ധ, മഹാത്മാക്കൾ പോയ വഴി നോക്കി മനസ്സിലാക്കിക്കൊള്ളുക, അത്രേ പറ്റൂ. വലിയ പ്രശ്നമുള്ള വിഷയമാണ്. അതിരിക്കട്ടെ. അപ്പോൾ ഈ ഭൂതയോനി എന്നുള്ളത് വലിയ തെറ്റിദ്ധാരണ വരുത്താവുന്നൊരു ശബ്ദമാണ്. കാരണം അമ്മ എൻ്റെ യോനിയാണെന്ന് പറയുമ്പോൾ അമ്മയിൽ നിന്ന് ഭിന്നനാണ് ഞാൻ. അതുപോലെ കാരണഭിന്നമാണോ കാര്യം? ഈ ഭൂതങ്ങളുടെ മുഴുവൻ ഉദ്ഭവ കാരണം ഈ ഭൂതങ്ങളിൽ നിന്ന് അത്യന്ത ഭിന്നമാണോ? ആണെങ്കിൽ രണ്ട് തത്വം ഉണ്ടെന്ന് വരും. അല്ല എങ്കിൽ എങ്ങനെ അതിൽ എന്തുണ്ടായി എന്ന് പറയും? രണ്ടായാലും പ്രശ്നം. ഇങ്ങനെ പോകുമ്പോഴാണ് ആൾക്കാർ പറഞ്ഞത് ഞങ്ങൾക്ക് വേദാന്തം പഠിക്കേണ്ട, ഒന്നും വേണ്ട, കൃഷ്ണരാമ ഗോവിന്ദാന്ന് ജപിച്ച് ഇരുന്നാൽ മതി എവിടെയെങ്കിലും, ഈ പൊല്ലാപ്പിന് ഞങ്ങളില്ല. എന്ത്? അതെ, എവിടെയെങ്കിലും സ്ഥലത്ത് ഇരുന്നാൽ മതി, പൊല്ലാപ്പ് ഇത്
തിരിച്ചും മറിച്ചും പറയും. എന്തിനാ അത്? ഇടയെ ബുദ്ധിപൂർവ്വം വിചാരം ചെയ്ത് പദാർത്ഥ നിർണയത്തിൽ എത്തേണ്ടവർ മതി ഇതിൽ പഠിക്കുക. എല്ലാവരെയും പിടിച്ച് വേദാന്തം പഠിപ്പിക്കണില്ല. നിങ്ങൾ ആരെങ്കിലും പിടിച്ചു കൊണ്ടുവന്നോ അങ്ങോട്ട്? ഇല്ല. നിങ്ങൾ വന്നതാണ്, ഇവിടെ ഉണ്ടെന്ന് അറിയിച്ചു, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് വന്നതാണ്. എപ്പോൾ ഇഷ്ടക്കേടുണ്ട് അപ്പം നീറ്റ് വലിയ യാതൊരു പരസ്പര സ്നേഹത്തിന് കുറവും ഉണ്ടാവില്ല. അയ്യോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പോയില്ലേ, അത് ശരിയുണ്ടോയെന്ന് ചിന്ത ഉണ്ടാവില്ല. അയാൾക്ക് വേണ്ടപ്പോൾ വരാം, വേണ്ടപ്പോൾ പോവാം. ഏത് മാർഗത്തിലൂടെ പോയാലും ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു വല്ലാത്ത ചോദ്യമാണ്. ഏതിലെ പോയാലും ഇവിടെ എത്തിയാൽ ഉണ്ടാവും. അതിപ്പോൾ കിഴക്കോട്ടും പോവാം, പടിഞ്ഞാറോട്ടും പോവാം. ഇവിടുന്ന് അമേരിക്കയിൽ പോകണമെങ്കിൽ കിഴക്കോട്ടും പോവാം, പടിഞ്ഞാറോട്ടും പോവാം. അമേരിക്ക കിഴക്കാണോ പടിഞ്ഞാറാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് പടിഞ്ഞാറൻ രാജ്യമാണെങ്കിൽ കിഴക്കോട്ട് പോയാൽ എത്തരുതല്ലോ. വലിയ പ്രശ്നമാണ്. അപ്പോൾ പലരും പാശ്ചാത്യം എന്നൊക്കെ പറയുമ്പോൾ ചിരി വരും. പാശ്ചാത്യ സംസ്കാരം, പാശ്ചാത്യ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗക്കാർ അധികം കുറ്റപ്പെടുത്തിയാൽ പറയുക, ചിരിച്ചു പോകും. ഇന്ന് വരെ എൻ്റെ വായിന്ന് വന്നിട്ടില്ല കേട്ടോ, വരികയില്ല. വന്നാൽ നിങ്ങൾ മനസ്സിലായിക്കോളുക ഇയാൾക്ക് എന്തോ ഒരു കിറുക്ക് ഉണ്ടായിട്ടുണ്ട്. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അതിപ്രസരം കൊണ്ട് നമ്മളങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ എന്ത് വിഡിത്താ പറയണത്? എനിക്കതിനോട് യോജിപ്പില്ല. നമ്മൾ നമ്മുടെ മൂലം മറന്നിട്ട് നമ്മൾ ക്ഷയിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ക്ഷയിക്കുന്നതിന് പടിഞ്ഞാറോ കിഴക്കോ കാരണമല്ല. പാശ്ചാത്യ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒക്കെ മോശമാണ്. എത്ര ഉത്കൃഷ്ടങ്ങളായ ഭാവങ്ങൾ അവയിലുണ്ട്. ഇനി ഏതാ പാശ്ചാത്യം, ഏതാ പൗരസ്ത്യം, ഏതാ കിഴക്ക്, ഏതാ പടിഞ്ഞാറ്? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ ചോദ്യത്തിന് ഉത്തരം പറയും. അമേരിക്ക കിഴക്കാണോ പടിഞ്ഞാറാണോ? കിഴക്കുമാണ് പടിഞ്ഞാറുമാണ്. കിഴക്കുമാണ് പടിഞ്ഞാറുമാണ്. എവിടുന്ന് നോക്കിയാലും, ഈ ദുനിയാവിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും കിഴക്കെന്നോ പടിഞ്ഞാറെന്നോ പറയാൻ പറ്റില്ല. കാരണം ഇത് ഉരുണ്ടിട്ടുള്ളൊരു വസ്തുവിന് ഏതാ കിഴക്ക് ഏതാ പടിഞ്ഞാറ് വെറുതെ പറയുക എന്നല്ലാണ്ട്. ഞാനൊരു 10-15 പ്രാവശ്യം പോയി. അതിൽ പകുതിയും പോയത് പടിഞ്ഞാറോട്ടാ, പകുതിയും പോയത് കിഴക്കോട്ടാ. രണ്ടും എത്തിയത് ഒരിടത്താ. ഓരോ പ്രാവശ്യവും ചില്ലാൻ ഏതാണ് മെച്ചം ടിക്കറ്റ് വെച്ചാൽ അതാണല്ലോ ഇപ്പോൾ എടുക്കുക. ചിലപ്പോൾ കിഴക്ക് കൂടെ ഉള്ളതായിരിക്കും റേറ്റ് കുറയുക, ചിലപ്പോൾ പടിഞ്ഞാറ് കൂടെ ഉള്ളതായിരിക്കും റേറ്റ് കുറയുക. സമയം ഏകദേശം തുല്യ. പിന്നെന്താ? ഇപ്പോൾ കിഴക്കാണോ പടിഞ്ഞാറാണോ? മിണ്ടണ്ട, നമുക്ക് അടുത്തതിലേക്ക് കിടക്കുക. അതുകൊണ്ട് ഈ അമ്മയിൽ നിന്ന് ഭിന്നത്വം ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. അപ്പം എങ്ങനെയാണ് വിശദീകരിക്കുക? എങ്ങനെയാണ് ഭൂതയോനിയാവുന്നത്?